കോഴിക്കോട് വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്വീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായവർ കോഴിക്കോട് കസബ പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. 2016 വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകരിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിച്ചു തുടങ്ങിയത്. ജില്ലയിലെ വിവിധ ഫാമുകൾ ലീസിനെടുത്ത് കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കി നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിനായി കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പണം സ്വീകരിച്ചത്. നിക്ഷേപകർക്ക് പലിശ മുടങ്ങുകയും കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ പിൻവലിക്കാനെത്തിയപ്പോഴാണ് സ്ഥാപനം അടച്ചിട്ടതായി കാണുന്നതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഈ സ്റ്റോപ്പായിട്ടും നമ്മൾ അവരൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അവരെ അറിയിക്കുക എന്നുള്ളത് അതൊന്നും അവർ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മെച്യൂറായി കഴിഞ്ഞിട്ട് അവിടെ പോകുമ്പോഴാണ് ഈ ഓഫീസ് പൂട്ടിയിട്ട് തന്നെ അറിയുന്നത്. അപ്പോഴാണ് ഈ ഒരു സംഭവം വെളിച്ചത്ത് വരുന്നത്. അതിന് ശേഷം ഏപ്രിൽ മുതൽ നിരന്തരം കംപ്ലൈൻറ്റുകൾ കസബ സ്റ്റേഷനിൽ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചിട്ട്. പലിശ മുടങ്ങിയതിനെ തുടർന്ന് ബ്രാഞ്ച് മാനേജർ മധുസൂദനുമായി ബന്ധപ്പെട്ടപ്പോൾ ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതായി അറിയിച്ചു. നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ 6 മാസത്തോളം കാത്തിരുന്നിട്ടും പണം ലഭിക്കാതായതോടെയാണ് കസബ പോലീസിൽ പരാതി നൽകിയത്. ടോട്ടൽ എല്ലാ ബ്രാഞ്ചും കൂടി 450 കോടിയുടെ മുകളിൽ ഫണ്ട് ഇവരെടുത്തിട്ടുണ്ട്. 2025 ഫെബ്രുവരി വരെ മാത്രമേ ഇൻട്രസ്റ്റ് പോയിട്ടുള്ളൂ. അതിനുശേഷം ഒറ്റ കസ്റ്റമർക്കും ഇതുവരെ ഇൻട്രസ്റ്റ് പോയിട്ടില്ല. മെച്യൂരിറ്റി അതിന് എത്രയോ മുന്നേ മെച്യൂരിറ്റി ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോഴും കുറ്റ്യാടി ഏരിയയിലൊക്കെ ചോദിക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്ന റിപ്ലൈ എന്താ വെച്ചാൽ, ഓണം കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാൻ തുടങ്ങും, കുറച്ച് വെയിറ്റ് ചെയ്യും, നിങ്ങൾ കംപ്ലയിൻസ് ഒന്നും കൊടുക്കരുത്. ഇത്രയും കാലം നമ്മുടെ സ്റ്റാഫും കസ്റ്റമേഴ്സും അവരെ വിശ്വസിച്ച് നിൽക്കുകയായിരുന്നു. ഇതുവരെ ഉറപ്പേ പോലും ഒന്നും കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടില്ല. കേസെടുത്ത ശേഷം കോഴിക്കോട് മുതലക്കുളത്തെ സ്ഥാപനം കസബ പോലീസ് സീൽ ചെയ്തു. കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകിയതായും തട്ടിപ്പിനിരയായവർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.